ഹലോ നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും 70 വർഷത്തിൽ കൂടുതലായി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു ബന്ധം അല്ലേ? വെറുമൊരു അതിർത്തി തർക്കം മാത്രമല്ല ഇത്. ഇതിന് പിന്നിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു വലിയ ചരിത്രമുണ്ട്. നമുക്ക് ആ കഥയുടെ തുടക്കത്തിലേക്കൊന്ന് പോയി നോക്കാം. ശരിക്കും ഈയൊരു ചോദ്യമാണ് എല്ലാറ്റിൻ്റെയും കാതൽ. പതിറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞുപോയി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് അയൽക്കാർക്കിടയിലെ പ്രശ്നങ്ങൾ തീരാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾക്ക് ചരിത്രത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരും. അപ്പോ ഈ കാണുന്ന സംഘർഷങ്ങളുടെയെല്ലാം വേരുകൾ ചെന്നെത്തുന്നത് ഒരൊറ്റ സംഭവത്തിലാണ്: ഇന്ത്യയുടെ വിഭജനം. ആ ചരിത്രപരമായ മുറിവ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. 1947 ബ്രിട്ടീഷ് ഇന്ത്യയെ മതത്തിന്റെ പേരിൽ രണ്ടായി മുറിച്ചു. അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പലായനത്തിനായിരുന്നു വഴിവെച്ചത്. ലക്ഷക്കണക്കിനു മനുഷ്യർക്ക് അവരുടെ വീടും നാടും ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. അതിർത്തിയുടെ രണ്ടു വശത്തും വലിയ തോതിലുള്ള അക്രമങ്ങളുണ്ടായി. ആഴത്തിൽ പതിഞ്ഞ ആ മുറിവുകളാണ് പിന്നീട് പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് വിത്തുപാകിയതെന്ന് പറയാം. എന്നാൽ ആ മുറിവുകൾ ഉണങ്ങാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുൻപ് തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി. വിഭജനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളെയും നേർക്കുനേർ യുദ്ധങ്ങളിലേക്ക് നയിച്ചു. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 1947, 1965, 1971, പിന്നെ 1999. ഈ 4 വർഷങ്ങൾ ഇന്ത്യ പാക് ചരിത്രത്തിലെ 4 വലിയ യുദ്ധങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ഓരോ യുദ്ധത്തിനും അതിൻ്റെതായൊരു വലിയ കഥ പറയാനുണ്ട്. ഈ സംഘർഷങ്ങളുടെയെല്ലാം ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് എപ്പോഴും കശ്മീരായിരുന്നു. വിഭജനം കഴിഞ്ഞ ഉടനെ 1947 തന്നെ കശ്മീരിനു വേണ്ടി ആദ്യത്തെ യുദ്ധം നടന്നു. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം 1965 ഇതേ വിഷയത്തിൽ തന്നെ രണ്ട് രാജ്യങ്ങളും വീണ്ടും ഏറ്റുമുട്ടി. പക്ഷേ 1971 യുദ്ധം അത് കശ്മീരിനെ ചൊല്ലിയായിരുന്നില്ല. അതിന്റെ കഥ വേറെയാണ്. കിഴക്കൻ പാകിസ്ഥാനിൽ നടന്ന സ്വാതന്ത്ര്യസമരമായിരുന്നു അതിനു കാരണം. ആ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാജ്യം തന്നെ രൂപപ്പെട്ടു. ഇത് പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി മാത്രമായിരുന്നില്ല, ദക്ഷിണേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിയരച്ചൊരു സംഭവമായിരുന്നു അത്. ഇത്രയും യുദ്ധങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും ശേഷം ഒടുവിൽ സമാധാനത്തിന്റെ ഒരു ചെറിയ വെളിച്ചം കണ്ടുതുടങ്ങി. ആ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 1971 യുദ്ധത്തിനു ശേഷം 1972 ഒരു സമാധാനത്തിന്റെ പ്രതീക്ഷയുണ്ടായി. അതാണ് ഷിംല കരാർ. ഇനി യുദ്ധം വേണ്ട, എന്തു പ്രശ്നമുണ്ടേലും നമ്മൾക്ക് സംസാരിച്ച് തീർക്കാമെന്ന് രണ്ടു രാജ്യങ്ങളും ഒരുമിച്ച് തീരുമാനിച്ചു. അതൊരു പുതിയ തുടക്കത്തിനുള്ള വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1999 ഷിംലയിൽ കൊടുത്ത വാക്കുകളൊക്കെ മറന്നുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണരേഖ ലംഘിച്ചു, കാർഗിലിൽ. അതോടെ മഞ്ഞുമലകളിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തീ കൊളുത്തി. സമാധാനത്തിലേക്കുള്ള വഴി എത്രത്തോളം ദുർഘടമാണെന്ന് ലോകം ഒന്നുകൂടി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അപ്പോ ആ യുദ്ധങ്ങളുടെയെല്ലാം കാലം കഴിഞ്ഞ് നമ്മളിന്ന് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കാര്യങ്ങളെങ്ങനെയാണ്? ഇവിടെ സംഘർഷത്തിന്റെ മുഖം തന്നെ ആകെ മാറിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. പണ്ടത്തെ പോലെ വലിയ യുദ്ധങ്ങൾ, അതായത് ടാങ്കും വിമാനവും ഒക്കെ വെച്ചുള്ള ഒരു പോരാട്ടം, അത് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വളരെ സിമ്പിളാണ്. രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും അണുവായുധമുണ്ട്. അപ്പോൾ പിന്നെ എന്തുപറ്റി? സംഘർഷത്തിന്റെ രൂപം അങ്ങ് മാറി. ഇന്നിപ്പോൾ അത് നിഴൽ യുദ്ധങ്ങളുടെയും ഭീകരവാദ ആരോപണങ്ങളുടെയും എപ്പോൾ വേണമെങ്കിലും പ്രശ്നമുണ്ടാകാവുന്ന അതിർത്തി തർക്കങ്ങളുടെയും രൂപത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വിഭജനത്തിന്റെ ആഴത്തിലുള്ള മുറിവിൽ തുടങ്ങി പല യുദ്ധങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് ഈ ആണവായുധങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഈ ബന്ധത്തിന്റെ ഒരു ചെറിയ രൂപം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിലെ ഏത് അധ്യായമാണ് നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്? 1971 ആ യുദ്ധമോ, അതോ കാർഗിലിലെ ആ സംഭവങ്ങളോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു. അടുത്ത തവണ കാണാം.